പാഠപുസ്തക വിതരണത്തിലെ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. മെയ് 29-നകം പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്ത് തീർക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. നിലവിൽ പ്രതിസന്ധി ഇല്ലെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മന്ത്രി അറിയിച്ചു. ഹാൻസ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ഹാൻസ്, നേരത്തെ ഈ പുസ്തകം അച്ചടിക്കാൻ പേപ്പർ ക്ഷാമമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രതിസന്ധിയൊന്നുമില്ല. കുട്ടികൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ പാഠപുസ്തകങ്ങൾ എത്തും. അതേ സേതു, ഈ വർഷം ജൂൺ 1-നാണ് സ്കൂളുകൾ തുറക്കുന്നത്. മെയ് 29-നകം പാഠപുസ്തകങ്ങൾ അച്ചടി പൂർത്തീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നൽകണം എന്നുള്ള നിർദ്ദേശമാണ് വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതല ഏറ്റെടുത്തിട്ടുള്ള എൻ ഷംസുദ്ദീൻ നൽകിയിട്ടുള്ളത്. ഇന്നലെയാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ പാഠപുസ്തക അച്ചടി എവിടെ വരെ ആയി എന്നുള്ള ചോദ്യമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നിലവിൽ വലിയൊരു പ്രതിസന്ധി ഇല്ല എന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞത്. 80% പുസ്തകങ്ങളുടെയും അച്ചടി പൂർത്തിയായിട്ടുണ്ട്. പ്രധാന പുസ്തകങ്ങൾ അച്ചടിയാണ് പൂർത്തിയായിട്ടുള്ളത്. ഇതിനോടകം തന്നെ നിരവധി സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ഈ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്ത് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മെയ് 29-നകം ഈ പാഠപുസ്തക വിതരണം പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ യോഗത്തിൽ പങ്കുവച്ചു. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഈ പാഠപുസ്തക വിതരണവുമായി ബന്ധപ്പെട്ട് പാടില്ല. പ്രഥമ പരിഗണന ആ വിഷയത്തിന് തന്നെ നൽകണം. അച്ചടിയുടെ നിരന്തരമായ നിരീക്ഷണം നടത്തണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി ഷംസുദ്ദീൻ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. നേരത്തെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മെയ് 31-നകം പാഠപുസ്തക വിതരണം പൂർത്തിയാക്കുമെന്ന് നിർദ്ദേശിച്ചിരുന്നു. അതിന് 2 ദിവസം മുമ്പ് തന്നെ ഇപ്പോൾ ഈ പാഠപുസ്തക വിതരണം പൂർത്തിയാക്കാനാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സേതു, ശരി.